പ്രേത കഥകളും നമ്മുടെ നിഗൂഢതകൾ നിറഞ്ഞ കഥകളും നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിനോട് അനുബന്ധിച്ചിട്ട് കിടപ്പുണ്ട് കേട്ടോ. തവള പാറപ്പുറത്തെ ബാക്കോ ഇരിക്കുന്ന പോലെ വാ എന്ത് രസാ നോക്കിക്കേ ഗായ്സ്. അപ്പൊ അടിപൊളിയാണേ. നല്ല കിണറ് വെള്ളമാണ് ശരിക്കും ഭൂമിന്റെ അടിയിൽ നിന്ന് വരുന്നേ. അയ്യോ തൊണ്ടയിൽ ഈച്ച കയറി തോന്നുന്നു. ഏറ്റവും വലിയ പ്രയത്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ്. വെള്ളച്ചാട്ടം ഏതാ പുഴ ഏതാ കാട് ഏതാന്ന് അറിയാത്ത അവസ്ഥയാണ്. ആനമറുതയാണത്. ഒന്ന് ഞാൻ കുളിച്ചിനൊക്കെ കാണാൻ അത് വേറെ കാര്യം. കുഞ്ഞുണ്ണി പൊടിമീശക്കാരനും നമ്മുടെ ആനയും ആനപ്പാപ്പാനും താന്നു പോയ സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മളിന്ന് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ പൊന്നുണ്ണിയും നമ്മുടെ കുഞ്ഞുണ്ണി പൊടിമീശക്കാരനും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ കൂട്ടിയിട്ട് നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പോവല്ലേ. അതെ അപ്പൊ ഞാൻ പൈപ്പ് അടിച്ച് പോവാൻ വേണ്ടി പോകണം. അപ്പൊ തീറ്റ പോലും തിന്നാതെയാണ് നമ്മള് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകും. അപ്പൊ നമ്മുടെ താഴെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ ഗായ്സ്. അപ്പം അടിപൊളിയാണ്. അവിടെ എല്ലാവരും അലക്കാനും കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. മാത്രമല്ല അവിടെ ഒരുപാട് പ്രേത കഥകളും നമ്മുടെ നിഗൂഢതകൾ നിറഞ്ഞ കഥകളും നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിനോട് അനുബന്ധിച്ചിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ആ കഥകളൊക്കെ നമ്മുടെ അമ്മച്ചിക്ക് അറിയാം. അപ്പൊ അവിടെയുള്ള ഏറ്റവും വലിയ പ്രേതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് അപ്പൊ മെയിൻ പ്രേതം. അപ്പൊ അതെ അപ്പൊ ഞാൻ പ്രേതം കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി പ്രേതം അല്ലേ. അതെ അപ്പൊ ഈ കാടായി കിടക്കാണ് ഗായ്സ് നമ്മുടെ വഴി മുഴുവനും. അപ്പൊ നമ്മൾ ഈ കാടായ വഴികളിൽ കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാടൊന്നും വെട്ടിക്കളയാൻ ആരും വന്നുമില്ല, ആരും അങ്ങനെ ഇതിലെ പോവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വഴി മൊത്തം കാടായിട്ട് കിടക്കാണ്. അപ്പൊ നമ്മൾ ഈ വഴിയാണ് നടന്നു പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഓടക്കാടിഞ്ഞ് എടുത്തുന്നിട്ടാണ് കേട്ടോ ഗായ്സ് ഇൻട്രോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ചിങ്ങലക്കടവ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയാലാണ് നമ്മുടെ എന്ത് വെള്ളച്ചാട്ടം. അപ്പൊ നമ്മള് ഈ വഴി നടന്നു പോകണം. അപ്പൊ ഇത് ന്യൂ ഇയർ കൂടിയല്ലേ ഗായ്സ്. അപ്പൊ ന്യൂ ഇയറിനാണ് നമ്മൾ ഇത് എങ്ങോട്ട് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വൈബൊക്കെ അടിച്ച് നമുക്ക് നടന്നു പോകാം. അപ്പൊ അതുകൊണ്ടല്ലേ വഴി ഭയങ്കരമായിട്ട് സീനായി കിടക്കണം. അപ്പൊ ഇതിലേ നമുക്ക് വേണം പോകാൻ. അപ്പൊ പാമ്പുണ്ടോന്നൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു വേണം വരാൻ ഗായ്സ്. അപ്പൊ നമ്മുടെ മമ്മ ഇതേ ഫ്രണ്ടില്, മമ്മ ഇങ്ങോട്ട് തിരിഞ്ഞേ, കയ്യിൽ അരുവയൊക്കെ ആയിട്ട് മമ്മ ഇത് വഴി വെട്ടിത്തെളിച്ച് കിടക്കണം. അപ്പോൾ ഇതിലെ ആരും പോവാറില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ വേറെ വഴിക്കായിരിക്കും എല്ലാവരും നടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ ചിക്ക് തീവണ്ടിയായിട്ട് ഇത് എല്ലാവരും നടന്ന് വരുവാണ് ഗായ്സ്. അപ്പം അയ്യോ തൊണ്ടയിൽ ഈച്ച കയറി തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വഴി കൂടെയൊക്കെ നടക്കാം. അപ്പോൾ ഈ സൈഡിൽ ഈ തഴലിൽ ഇവിടെ കാണുന്ന നമ്മുടെ പുഴയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഈ പുഴ അങ്ങ് പോയിട്ട് വേറൊരു പുഴയിലേക്ക് ചേരും. അപ്പോൾ നമ്മൾ ഈ പുഴ എന്നെ പറയുന്നത് നമ്മുടെ നരസിപ്പുഴ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നടക്കാം. മുമ്പിലേക്കൊക്കെ മൊത്തം കാടാണ് ഗായ്സ്. ഗായ്സ് അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഈവനിങ്ങിന് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏകദേശം നമ്മൾ ഈവനിങ് ആയിട്ട് 3-4 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഫ്രണ്ടിലേക്ക് നടക്കാതെ. അപ്പോൾ ഇവിടെ മൊത്തം നമ്മുടെ ഇല്ലയാണ് കേട്ടോ, മുള്ള ഇല്ലയാണ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ്. അതെവിടെ ഗായ്സ്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഹോണ്ടഡ് ആയിട്ടുള്ള സ്റ്റോറി ഉള്ളത് നമ്മുടെ ഈ ഭാഗത്താണ്. അപ്പോൾ ഒരുപാട് കഥകൾ നമ്മുടെ ഈ കടവുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തച്ഛന്മാരൊക്കെ നമുക്ക് ആ കഥകൾ കൈമാറി വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഒരുപാട് സത്യങ്ങളും ഉണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ആനയും ആനപ്പാപ്പാനും താന്നു പോയ സ്ഥലമാണ് ഈ കാണുന്നത്. എത്ര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നിങ്ങൾ നോക്കി നോക്കി കാണുമ്പോൾ നമുക്ക് തോന്നില്ല അല്ലേ അമ്മേ. ആനയും ആനപ്പാപ്പാനും ആനയും പണ്ടിട്ടോ, ഒരുപാട് പണ്ടാണ് നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ പറയുന്നതാണ്. കണ്ടോ ഇവിടെയാണ്. കണ്ടാ പറയൂ പങ്ക? ഇല്ല ഒരിക്കലും പറയില്ല ഗായ്സ്. അപ്പം
നമ്മൾ ഈ പ്ലേസിൽ ജസ്റ്റ് വന്നിട്ട് ഇവിടെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പൊന്നുണ്ണി ഇതേ അവിടെ നിന്നിട്ട് കാലൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന പോലെയുള്ള അവിടെ കയം പോലെയാണ് കേട്ടോ. അപ്പൊ കാണുമ്പോൾ നമ്മൾ ഓർക്കും അവിടെ ഒന്നുമില്ലാന്ന്, പക്ഷെ വളരെ അപകടം. ആ പുഴ കുഞ്ഞിതാന്ന് പറയും, തോടാന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കഥകളൊന്നും അറിയില്ല ഗായ്സ്. ഇപ്പൊ ഒരുപാട് മീനുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മാത്രല്ല ഇവിടെ നല്ല തെന്നലുണ്ട്, അതുകൊണ്ട് ചെരുപ്പിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ തെറിച്ചു പോകും. നമുക്ക് പതുക്കെ ഇറങ്ങാം. ഇവിടെ നമ്മൾ കൊറേ നാളായി ഇവിടെ വന്നിട്ടില്ലേ മമ്മേ? വരും തൊട്ടടുത്താണെങ്കിലും എപ്പോഴും തെന്നി വീഴല്ലേ. കഴിഞ്ഞ വർഷം കണ്ടൊന്നും വന്നല്ലേടാ. ഈ അങ്ങോട്ട് പോകണ്ട കുഞ്ഞെ. തെന്നല് നല്ലോണം ഉണ്ട്, അതുകൊണ്ട് തെന്നി അടിച്ച് ഞാൻ വീഴുന്നത് എനിക്ക് പേടിയുണ്ട്. അപ്പൊ ഇതിവിടെ കയം പോലെയാണ്. അപ്പൊ നമുക്ക് കാണാൻ കഴിയും ചെറുതായിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ ചുഴി ഇങ്ങനെ വന്നിട്ട് താഴേക്ക്. അപ്പൊ ഈ വെള്ളത്തിൽ ഇങ്ങനെ ചുഴി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ നല്ല ആഴമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഈ കാണുന്ന ഭാഗത്ത് നിറച്ച് ചെളിയാണ്. അപ്പൊ ഈ ചെളിയിലേക്കാണ് നമ്മൾ ഈ താഴ്ന്നു പോകുന്നത്. അപ്പം ടെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് പേടിയാണ്. ആന മുങ്ങിപ്പോയിന്ന് കേട്ടോ. പാപ്പാൻ പിന്നെ ഓർക്കാം, പക്ഷെ ആന മുങ്ങിപ്പോയെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ പണ്ടുള്ളവരൊക്കെ കഥ പറയുന്ന വെറുതെ കെട്ടുകഥ പറയേണ്ട കാര്യം അവർക്കില്ലല്ലോ. പണ്ട് നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആനമറുത ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആനമറുതയാണെന്ന് നിങ്ങളൊക്കെ ഞെട്ട് ഞെട്ടാ നിക്കുന്നത്. ആനമറുത ആനമറുത വഴി, ശ്രീഹള്ളിയിലേക്ക് പോകുന്ന വഴി. അതെന്തിനാ? ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെയൊന്നും ഒഴുകാതെയാണ് നമ്മുടെ ഈ പുഴ കിടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥലം വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ ചാടി കിടക്കണം. അതാ അതാ ഇറങ്ങിയ താന്നൂലേ ഗായ്സ്. അപ്പോൾ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ് ഗായ്സ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താന്ന്. ഗായ്സ്, ഇവിടെ ഒരുപാട് തുമ്പികളൊക്കെ ഉണ്ട് കേട്ടോ. തുമ്പി മുട്ടയിടുന്ന വെള്ളത്തിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, സത്യം തന്നെയാണ്. അപ്പൊ ഇവിടെ ആയിരിക്കും തുമ്പി മുട്ടയിട്ട് വെക്കുന്നത്. കാരണം ഇവിടെ അച്ചത്തുമ്പിയാണ് ആ കാണുന്ന റെഡ് തുമ്പി. കാണുന്നുണ്ടോ ആർക്കറിയാം? അപ്പൊ പറയും അമ്മേ, ഇതിന്റെ ഐതിഹ്യം എന്താണ്? നമ്മുടെ ഈ പനംകുറ്റി എന്താ സംഭവം എന്ന് പറഞ്ഞേ. അതോ, അത് പനയെന്ന് എന്താ പറയാ, പനംകുറ്റിന്ന് ഇങ്ങനെ വെള്ളം എടുക്കുന്നു പണ്ട് മുതലേ. നമ്മളിവിടുന്ന് വെള്ളം എടുത്തെടുക്കുക. അമ്മയൊക്കെ പണ്ട് മുതലേ വെള്ളം എടുക്കുന്നു. കിണറില്ലായിരുന്ന സമയത്ത് ഇവിടുന്ന് ആരും നമ്മൾ ചോന്നോണ്ട് പോകുന്ന വെള്ളം. ഇതെന്താ സംഭവം? അത് ഉറവ വെള്ളമാണ്, ഉറവ വെള്ളമാണ്. അപ്പൊ അതിന്റെ ഇതിനകത്ത് നമ്മള് പനേന്റെ കുറ്റി, അതായത് പനേന്റെ തണ്ട്, വലിയ പനേന്റെ തണ്ട് അതിന്റെ ഉള്ളിലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇറക്കി വെച്ചേക്ക് ഞാൻ കാണുന്നത്. അപ്പൊ അത് നല്ല കിണർ വെള്ളമാണ് ശരിക്കും. ഭൂമിന്റെ അടിയിൽ നിന്ന് വരുന്ന, അതെ, ഭൂമിന്റെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പൊ നല്ല ഇത് ഡയറക്റ്റ് കൊണ്ടുപോയി നമുക്ക് കുടിക്കാൻ പറ്റുന്നത് നല്ല വെള്ളം. അപ്പം ചുറ്റുമുള്ള വെള്ളം നിങ്ങൾ ഏത് വേനലിലും ഇഷ്ടം പോലെ വെള്ളം നമുക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോകും. അപ്പൊ നിറച്ച് ചെളിയാടാ, നമുക്ക് ഇറങ്ങാൻ എന്താ. അപ്പൊ നമുക്ക് പോവാം. ഓ, കുടിക്കുകയൊക്കെ ചെയ്യാടാ, പക്ഷെ നിറച്ച് ചെളിയാ. അതൊക്കെ ഫ്രണ്ടിലേക്ക് കിടക്കാം, മൊത്തം കാടാണ്. അവിടെ ആരും പുല്ലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവരപ്പോ ഏത് വഴിക്കാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കൊടുക്കാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് പറിച്ചെടുക്കാം. വഴികാട്ടി ആട്ടടയാ. മോളിക്കൂടെ കയറി അവിടെ ചെളി ഇതൊക്കെ ഉണ്ടാവോ? കാര്യം ഇതിന്റെ അപ്പറയാ, പക്ഷെ എന്ത് ചെയ്യാം. വാവ് ഗൈസ്, നമ്മുടെ കുഞ്ഞുണ്ണി അങ്ങനെ ഇത് ഇറങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. ചീറ്റടാ, കൈ കൊണ്ട് കോരി കുടിച്ചോടാ, നല്ലതാ വെള്ളം. കൈ കൊണ്ട് കോരി കുടിച്ചോടാ, കൈ കഴുക്. അത് എപ്പോഴും അത് നല്ല വെള്ളം വന്നോണ്ടിരിക്കുക. ചിരട്ട ചീത്തയാന്നേ. ഫോൺ നോക്കണേ. നല്ല ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണോ? നല്ല ഡ്രിങ്കിങ് വാട്ടർ. വാവ്, നല്ല വെള്ളാടാ. ഇതുണ്ടോ ഇതിന്റെ ചുറ്റും, ഇതുണ്ടോ അവിടെയാണ് അതിന്റെ മെയിൻ ഉറവ. അതാവും നിൽക്കുന്നതിന്റെ ബാക്കി കണ്ടോ, അവിടെ നിന്ന് ഉറവ വരുന്നുണ്ട്. ആ വെള്ളം വന്ന് ഇവിടെ കെട്ടിക്കിടക്കാണ്. കാരണം ഇവിടെ മൊത്തം വെള്ളമുള്ള സ്ഥലമാണ്. അതാണ് ഈ മൊത്തം ഇങ്ങനെ ചെളിയുടെ നടുക്ക് പോലെ ഇത് കിടക്കുന്നത്. നമ്മുടെ കുഞ്ഞുണ്ണി ഇതേ പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കിടന്ന കോരി കുടിക്കുന്ന റബ്ബറിന്റെ ചിരട്ട നല്ല വൃത്തിയായി കഴുകി അവൻ സമൂഹത്തിന് നല്ല കാര്യം ചെയ്യുന്നു, നല്ല പ്രവൃത്തി ചെയ്യുന്നു. നല്ല കുട്ടി, നിനക്ക് നല്ലത് വരട്ടെ. കാശപ്പം നമ്മൾ അതിനകത്ത് നിന്ന് വെള്ളം എത്ര കോരിക്കൊണ്ട് പോയാലും അതിനകത്ത് വെള്ളം തന്നെ നിറയൂട്ടോ.
ഗായ്സ് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ നമ്മള് പണ്ട് ഇവിടുന്നാണ് വെള്ളം എടുത്തോണ്ടിരുന്നത്. അപ്പൊ കണ്ടില്ലേ ഉറവ വെള്ളമാണ്, നല്ല വെള്ളമാണ്, നമ്മുടെ ഭൂമിന്റെ അടിക്കുന്ന വരുന്ന വെള്ളമാണ്. അപ്പൊ ഇങ്ങനെ പനംകുറ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഗായ്സ് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ കണ്ടോ എന്ത് രസാ കാണാന്നേ. എവിടെ ഓ അമ്മേ നമ്മുടെ പൊന്നുണ്ടിയും കൂടി നടന്നതാ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴി ഫുള്ളും എന്താണ് കാടായി കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് ഇതേ കേൾക്കുന്നുണ്ട്. നമ്മൾ അടുത്തെത്തി എങ്കിലും പോകുന്ന ആ വഴി മുഴുവനും നിറച്ച് ചെടിയും ചെളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് സൂപ്പർ കാഴ്ച. അപ്പോൾ അത് ഇവിടെ മുഴുവൻ ചെളിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നടന്ന് പോവാവേ. എടാ വാ. ആ ഗായ്സ് അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം. അപ്പം നമ്മുടെ അമ്മയും പൊന്നുണ്ണിയും കൂടി ഇതേ നടന്ന് അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ അവന്മാരൊക്കെ ഇതേ കുഴിയും പറമ്പൊക്കെ ചാടി മറിഞ്ഞതേ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം അങ്ങോട്ടേക്ക് പോവാം ഗായ്സ്. അവിടെ അപ്പോൾ ഇത് അവർ നിൽക്കുന്നതിന് തൊട്ടടുത്തൊരു പഞ്ചസാര നെല്ലിൻ്റെ മരം ഉണ്ട് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത്, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ആ മരം ഉണ്ടായിരുന്നു. വലിയ മരമായിരുന്നേ. അപ്പോൾ ആ മരം വീടിൻ്റെ മണ്ടയിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട്, അതായത് വീടിന് ശരിക്കും ഒരു ആവരണം പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മണ്ടയിലേക്ക് വീഴുന്നതുകൊണ്ട് ആ മരം വെട്ടിക്കളഞ്ഞു കേട്ടോ ഗായ്സ്. പക്ഷേ അത് ഇഷ്ടംപോലെ പഞ്ചസാര നെല്ലിക്ക ഉണ്ടാവുമായിരുന്നു. നല്ല മധുരമാണ്, കഴിക്കാൻ വലിയതാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര നെല്ലിന്ന് തന്നെ ഫ്രൂട്ട് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മളെ പുഴേൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. എവിടെ ഇതാടാ ഫോണെന്നാ. അപ്പോൾ നമ്മളങ്ങനെ എന്ത് ചെയ്യുന്നു, പുഴയിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോവാം. ഇതേടാ അവിടെ പാലമൊക്കെ ഉണ്ടോ. വാ നമുക്ക് ആദ്യം തന്നെ ആ പാലത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം കേട്ടോ. ഓ നമ്മളിപ്പോഴാണ് ഗായ്സ് ഈ പാലം കാണുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരവില്ല, ഞാൻ പറഞ്ഞല്ലോ അടുത്താവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വരവൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ വേറെ റോഡിലെത്തും. അപ്പോൾ അവിടെയൊക്കെ ഉള്ളവരൊക്കെ എപ്പോഴും തന്നെ ഇവിടെ വന്നിട്ട് കുളിക്കാറൊക്കെയാണ് പതിവ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിച്ചീനൊക്കെ കാണാം, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഒളിഞ്ഞിരുന്ന് കുളിച്ചീൻ കാണുന്നവർക്ക് എളുപ്പമാണ്. അപ്പോൾ ഇതാ ഹോടയാണോ തെങ്ങും കൊണ്ട് അല്ല കവുങ്ങും കൊണ്ടാണ് പാലം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇതാ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ ഒഴുകി വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഉള്ളത്. വാ സൂപ്പറല്ലേടാ, അടിപൊളി അടിപൊളി. ആ വരുവാ. അമ്മേ അത് ഇതില്ലാത്തയാണല്ലോടാ. കയ്യുമില്ല കാലുമില്ല. അപ്പൊ നമ്മള് പാലത്തിലാണ് നിൽക്കുന്നത്. മറിഞ്ഞു വീണാൽ നിലത്ത് കിടക്കും. നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കിടക്കാം. അവിടുന്ന് കഷ്ടം നന്നായി ഗായ്സ്. അപ്പൊ ഭാഗ്യത്തിന് ഞാൻ പുഴയിലേക്ക് വീണില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു, വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് കിടക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വാവാറ്റയും അമ്മയും കുഞ്ഞുണ്ണിയും ഒക്കെ ഇതേ അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വ്യൂ കാണുക. അപ്പോൾ ഞാനും ഭയങ്കര ലാസ്റ്റ് നടന്നു പോകുന്നത്. അപ്പോൾ നമുക്കും കൂടി അവരുടെ അടുത്തേക്ക് നടക്കാം കേട്ടോ. കണ്ടോ ഗായ്സ്, പൊന്നുണ്ണി അവിടെ ഇപ്പോഴേ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറേ പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ പാറേൻ്റെ പൊക്കത്തൊക്കെ അവൻ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാവേ. അങ്ങനെ നമ്മളിതേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ശബ്ദമാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്. ഓ പൊന്നുണ്ണി മാനത് അവിടെ നിന്ന് ഡാൻസ് കളിയാണ് കേട്ടോ ഗായ്സ്. എടാ എല്ലാവരും നോക്കി ഹായ് കാണിക്കടാ മച്ചാമാരെ. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ നല്ല കുത്തൊഴുക്കാണ് ഗായ്സ്. അമ്മേ, അപ്പം നമ്മൾ ഇവിടെ വെള്ളം കയറുന്നൊക്കെ ടൈമിൽ ഒരു രക്ഷയില്ല ഗായ്സ്. ഇത് വെള്ളച്ചാട്ടം ഏതാ പുഴ ഏതാ കാട് ഏതാന്ന് അറിയാത്ത അവസ്ഥയാണ്. അയ്യോ അതെ തുപ്പിയൊക്കെ ഇടുന്നുണ്ട് ചിലരൊക്കെ. അയ്യോ ഇനി വെള്ളത്തിലിറങ്ങാൻ പറ്റുമോ? അപ്പം അടിപൊളിയാണ്, ഭയങ്കര സൗണ്ടാണ്. വാവ്, അവിടെ കൊരങ്ങനെ അവിടെ നിൽക്കണോ, അവിടെ നിന്നാടാ. അപ്പം നമുക്കും ആ പാറയിലേക്കൊക്കെ കേറാം ഗായ്സ്. അപ്പം ഞാൻ മുണ്ടൊക്കെ അയച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. മുണ്ടൊക്കെ അയക്കാം, അടിക്കുണ്ടല്ലോ അല്ലേ? അടിയിൽ എന്തെങ്കിലും കാണും, എന്നാ പിടിച്ചോ. അതാ ഓക്കെ. അപ്പൊ അമ്മക്ക് മുണ്ടൊക്കെ എറിഞ്ഞോളൂ. എടാ നീ വരുന്നില്ലേ? വൈബല്ലേ? ശരിപ്പോ പോയാ പിന്നെ കിട്ടൂല. നോക്കി പോണം കേട്ടോ. അങ്ങനെ
നമ്മളിത് നമ്മുടെ പുഴയിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പൊന്നുണ്ണി അവിടെ ഞണ്ടിനെ കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ ഞണ്ടിൻ്റെ പൊത്തുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം ഞാൻ നോക്കിയ ടൈമിൽ അവിടെ ഒരുപാട് പൊത്തുകളൊക്കെ കാണാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പുഴയ്ക്ക് ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പം ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഫുൾ പാറക്കല്ലൊക്കെ ആയിട്ട് മൊത്തം ഇങ്ങനെ കിടക്കാം. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് എന്തൊക്കെയോ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഗൈസ് ഈ വെള്ളത്തിൻ്റെ ഒച്ച കാരണം ഞാൻ പറയുന്നത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ പണ്ട് വന്നതാണ്, പിന്നെ വരുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം അടുത്താണ് ശരിക്കും നമുക്ക് നമ്മൾ ചീങ്കലക്കടവിൽ നിന്ന് കുറച്ചിങ്ങ് നടന്നാൽ മതി കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടേക്ക് വരൽ വളരെ കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ തൊട്ട് മുകളിലേക്കുള്ള വീട്ടുകാരൊക്കെയാണ് ഇവിടെ വന്ന് അലക്കാനൊക്കെ. ആർക്ക് വേണമെങ്കിലും വന്ന് അലക്കും കുളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവരാണ് കൂടുതൽ ഈ കടവിലേക്ക് വരുന്നത്. നമ്മൾ ഇവിടേക്ക് വരൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ കണ്ടോ എന്ത് രസമാണ്, തണുപ്പോ അതുപോലെ തന്നെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ വേനലായി കഴിഞ്ഞാൽ ഇതിലും വെള്ളം കുറയും, ഇതിലും സൗണ്ടും കുറയും. അപ്പോൾ മഴ കഴിഞ്ഞ പാട്, അതായത് നമ്മുടെ മഴക്കാലമൊക്കെ കഴിഞ്ഞ പാടുള്ള ടൈമിൽ വരുവാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളത്തോടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടിപൊളിയാണ്. മൊത്തം ഈ പാറക്കല്ലുകൾ കിടക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ചവിട്ടുമ്പോൾ കാല് വേദനയൊക്കെ എടുക്കും. അതുപോലെ തന്നെ കല്ലിലൊക്കെ നല്ല പായലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഇവിടുത്തെ വൈബ് അടിപൊളിയാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബാണ്. ഇക്കര വന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞത് ഞാൻ അക്കരെ പോയി ഇക്കരെ വന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഈ പാറക്കല്ലിൽ കൂടി നടന്ന് നമുക്ക് അക്കരയ്ക്ക് കിടക്കാം, അതുപോലെ തന്നെ ഇക്കരയ്ക്ക് വരാം. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പ്ലെയിനായ പ്ലേസാണ് കാണാൻ കഴിയുക. നമ്മൾ നേരത്തെ കുറച്ചും ഒരു പാലത്തിൻ്റെ അടുത്ത് പോയില്ല. അപ്പം അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ താഴെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് പ്ലെയിനാണ്, അധികം പാറയൊന്നുമില്ല, അലക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ലിഗ് ഡാൻസ് ആയി കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നുണ്ണിൻ്റെ ചെരുപ്പും വീണുപോയി. അപ്പോൾ ആള് ചെരുപ്പൊക്കെ എടുത്തിറങ്ങി മൊത്തം ഫണ്ണിയാണ് കേട്ടോ. കോമഡി തന്നെ, ഭയങ്കര കോമഡിയാണ് നമ്മുടെ പൊന്നുണ്ണി കേട്ടോ ഗായ്സ്. അപ്പോൾ ഇത് ഞാൻ വീഴാനൊക്കെ പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഈ പാറക്കല്ലിൽ തെന്നലുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, നല്ല തെന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഇവിടുത്തെ വൈബ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ വരണം എന്ന് ഓർക്കും. അപ്പോഴാണ് നമ്മുടെ പൊന്നുണ്ണിയും കുഞ്ഞിനെയും കൂടി ഇത് ന്യൂ ഇയറിന് തന്നെ അവന്മാർ സർപ്രൈസ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത്. എന്തായാലും അവന്മാർ വന്നുകൊണ്ട് നമുക്കിന്ന് വൈബാക്കി ഇവിടെ വരാൻ വേണ്ടി പറ്റി. അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവർ വന്നതും നമ്മളിവിടെ പോയതും ഒക്കെ. എന്തായാലും ഈ വർഷം ഫസ്റ്റ് തന്നെ അടിപൊളി വൈബിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് രണ്ടുപേരും കൂടി എന്തൊക്കെയോ ചലച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഈ യു ഒക്കെ പറഞ്ഞ് നടന്ന് നമ്മളിത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കാണുന്ന കുഴിയും എല്ലാത്തിലും കണ്ടില്ലേ കൈയിട്ടുള്ള കല്ലൊക്കെ വാരി ഞാൻ അവന് കൊടുക്കുന്നുണ്ട്. കാരണം രണ്ടും കുഴിയിൽ എറിയാനാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കുരുത്തക്കേടിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ പൊന്നുണ്ണി. അപ്പോൾ ഇവൻ പറഞ്ഞപ്പോൾ ഞാനും കൂടി. പിന്നെ എനിക്ക് പാവം തോന്നി, നമ്മുടെ ഞണ്ടുകൾ എന്തിനാണ് കാഴ്ച നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താക്കിയ ആ കല്ലെടുത്തുണ്ട് പുഴയിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ ഞണ്ടിലേക്കൊന്നും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗായ്സ്. എങ്കിലും ഞണ്ടുകളുണ്ടാവും, നമ്മളെന്തിനാ പാവങ്ങളെ ശല്യം ചെയ്യുന്നവർക്ക്. പിന്നെ കല്ലൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളിത് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചെരുപ്പൊഴുകി പോകുന്ന വൈബ്. ഗായ്സ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി എന്താ പറയുക നിരപ്പായിട്ടുള്ള സ്ഥലം, അവിടെ ഐലൻഡ് പോലത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മൊത്തം ഫണ്ണിയാണ് കേട്ടോ. നമ്മുടെ പൊന്നുണ്ണി സത്യം പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പോൾ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് പോയി. അതാണ് ഗായ്സ് ഞാനൊന്ന് ചിരിച്ചു കിട്ടുക, ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്ന ടൈമിൽ അവിടെ ചെറിയ ചെറിയ കല്ലുകളായിരുന്നു നിറച്ചു. അപ്പോൾ ചവിട്ടുമ്പോൾ നമ്മൾ കാലിലിങ്ങനെ കുത്തിക്കയറുന്നുണ്ടായിരുന്നു. എങ്കിലും വെള്ളത്തിൻ്റെ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ വേദന അപ്പം തന്നെ അങ്ങ് തോന്നുന്നുണ്ടായിരുന്നു. വെള്ളത്തിന് നല്ല കൂളായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആ ഈ ഒക്കെ പറഞ്ഞതേ നമ്മുടെ ആ പറ്റിയ സൈഡിലേക്ക് നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ വാവാറ്റ് ഇതേ കാട്ടിക്കൂടിയാണ് ക്യാമറയും കൊണ്ടൊക്കെ ഓടി വരുന്നത്. കണ്ടില്ലേ ഇവിടെ നല്ല നിരപ്പായിട്ടോ. എന്ത് രസമാണ് നോക്കും. നമ്മുടെ പൊന്നിന് കഷ്ടപ്പെട്ട് കല്ലുകൾ കുഴിച്ചെടുത്ത് വെള്ളത്തിലേക്ക് ഏറാണ് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല മല്ലപ്പണി എടുത്ത് എങ്ങനെ വരാനാണ് വെള്ളത്തിലേക്ക് ഏറാണ്. അപ്പോൾ കല്ലെറിയുന്ന ഒരു
പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഗായ്സ്. അപ്പം ഞാൻ ആ സ്ഥലം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇപ്പോൾ മൈതാനം പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. വെള്ളത്തിലെ മൈതാനം പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് വൈബ് അടിക്കാൻ തോന്നിയിട്ട് അവിടെ ഒന്ന് കുറച്ച് നേരം വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൊന്നുണ്ണി ചെരുപ്പേറ് ഭയങ്കര ചെരുപ്പേറിഞ്ഞ കളിയോട് കളിയാണ് കേട്ടോ ഗായ്സ്. അതാ അവിടെ കുടുങ്ങി നിൽക്കുന്നതാണോ? നോക്കണ്ട ഗായ്സ്, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ പൊന്നുണ്ണിയും ചെരുപ്പ് എറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിനകത്ത് അവിടെ തടഞ്ഞൊന്നും കൊണ്ട് കിട്ടി. പിന്നെ താഴേക്ക് പോയാലും കുഴപ്പമില്ല, അവിടെ ഒഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ തുണിയൊക്കെ അവിടെ കുടിയും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അലക്കാനും കുളിക്കാനും വന്ന ആരുടെ തുണിയാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിത് തിരിച്ചിപ്പുറത്തേക്ക് നമ്മൾ സർദേവിൽ ചെടി കയറുന്നുണ്ട്. എനിക്ക് ഈ പുഴ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് തൊട്ട് മുമ്പത്തെ പ്രാവശ്യം വന്ന ടൈമിൽ നമ്മൾ ഈ പുഴയെ കാണാൻ രസിച്ച് വരുന്ന ടൈമിൽ എന്താ പറയുക, ഇവിടെ നോക്കുമ്പോണ്ട് കുറേ പേര് അലക്കി കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇന്ന് വന്നപ്പോൾ ഞാൻ ഓർത്തു ഇനി ആരെങ്കിലും അലക്കിക്കൊണ്ടിരിക്കുക. കാരണം എപ്പോഴും ഇവിടെ ജനങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്, ആരെങ്കിലുമൊക്കെ ഇവിടെ കാണും കേട്ടോ. ബാഗിൽ തന്നെ നമ്മൾ ഇന്ന് വന്നപ്പോൾ ആരെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ആരൊക്കെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവർ നല്ല കുളിസീനായിരുന്നു, അറിയാമല്ലോ. നമ്മുടെ കുളി ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഞങ്ങളെ നോക്കി മൊത്തത്തിൽ നാണിച്ച് ചമ്മിപ്പോയായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ അതാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഗായ്സ്, അപ്പോൾ ഇവിടെ ഒരു തഴ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തഴയെ പിടിച്ച് ഞാൻ ഭയങ്കര ഊഞ്ഞാലായിട്ടാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞുണ്ണിയല്ല നമ്മളെ പൊന്നുണ്ണിയാണ് കേട്ടോ അത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി പുഴയിലേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഗായ്സ്. അപ്പോൾ പൊന്നുണ്ണി പറഞ്ഞു ഈ തഴയുടെ ഊഞ്ഞാലാണ്, അവനത് പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനിത് ഇടയ്ക്ക് അവിടെ ചെറുതായിട്ട് സ്ലിപ്പായി വീഴാൻ പോയി. 2-3-4-5 പ്രാവശ്യം ഞാൻ സ്ലിപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു സത്യമായിട്ട് ഞാൻ വീണൊഴുകി പോകുന്നു ഓർത്തു കേട്ടോ. നോക്കട്ടെ, അതവിടെ സ്റ്റക്കായി. വെള്ളത്തിന്റെ പവർ കാരണം മുണ്ട് എടുക്കത്തില്ല അമ്മേ. എടാ മുണ്ട് വന്ന് എടുക്കടാ, നിന്നോട് എറിയണ്ടെന്ന് പറഞ്ഞല്ല. എടുത്തു അവൻ പതുക്കെ ഇത്ര ആ കല്ലിലേക്ക് ഇടണ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇട്ടോ. അടുത്തു പൊന്നുണ്ണി പതുക്കെ വാ. ഒരു ചവിട്ടുണ്ടല്ലോ. അതെ, പറയണ്ട, ചെറിയൊരു വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പങ്കൻ മുണ്ട് കൊടുത്തതാണ് പുഴയിൽ പോയത്. പങ്കന്റെ മുണ്ട് വാങ്ങി ഞാൻ മാമാറ്റിക്ക് എറിഞ്ഞു കൊടുത്തപ്പോഴേക്ക് പുഴയിലേക്ക് ചാടിപ്പോയി ഗായ്സ്. എനിക്കറിയത്തില്ല ഗായ്സ് അതെന്താന്ന്. ഞാൻ പൊട്ടൻ മാമാറ്റൊന്നും വാങ്ങിയില്ല, ഞാൻ കൊടുത്തത് താഴെയായി പോവുകയും ചെയ്തു. നമ്മുടെ പൊന്നുണ്ണിയാണ് ഗായ്സ് നമ്മുടെ മുണ്ടെടുത്ത് സഹായിച്ചത്. സത്യം പറഞ്ഞത് എനിക്ക് ചിരി വരുവാണ് ചെയ്തത്. ഞാൻ വേഗം മുണ്ടെടുക്കാൻ വേണ്ടി അപ്പുറം വഴി കൊടുത്ത് താഴെ പോയി നിൽക്കുവാണ് ഗായ്സ് ഉണ്ടായത്. പുഴയിലൊക്കെ കയറി ചാടി മറിഞ്ഞ് വന്നിട്ടുണ്ട് എങ്കിലും ഇച്ചിരിയൊക്കെ മറിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പം ഇനി പോകാൻ നോക്കാനുള്ള പരിപാടിയിലാണ് ഗായ്സ് ഇവർ പറയുന്നത്. എന്തായാലും നല്ല രസമാണ് ചാടി മറിയാൻ. ഇവൊന്നും പക്ഷെ ഇറങ്ങിയിട്ടേ ഇല്ല ഗായ്സ്, മടിയനായിട്ട് നിൽക്കുവാണ്. ഇനി അടുത്ത നമ്മുടെ വാവാറ്റിൻ്റെ ടേൺ. അമ്മ ഇറങ്ങുന്നുണ്ടോ? അമ്മ ഇറങ്ങി. അപ്പോൾ വാവാറ്റി ഇറങ്ങുന്നുണ്ടോ? അമ്മ പോയി വാവാറ്റിയാണോ? എന്താ പറഞ്ഞത്? ഓ ഗായ്സ്, അപ്പൊ ഞാൻ ഈ ഫോണും പിടിച്ചത് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബി കെയർഫുൾ ആയിട്ടാണ് ഗായ്സ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ നമ്മുടെ ഫോൺ നിലത്ത് പോയാൽ തീർന്നില്ലേ? ചത്ത്. അപ്പൊ നമ്മുടെ എന്താ പറയാ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച ഞാൻ പറയുന്നൊന്നും നേരത്തെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നിരങ്ങി ഞാനിവിടെ വന്നിരിക്കണേ. ഫുഡല്ലേ? അപ്പൊ നമ്മുടെ മമ്മയ്ക്ക് പേടിയായിട്ട് മമ്മ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം വരാൻ പറഞ്ഞിട്ട് മമ്മ വരുന്നില്ല. പൊന്നുണ്ണി വീഴുന്നു, കുളിക്കുന്നു, പറയുന്നു, എന്താണ് ചെയ്യുന്നത് അവൻ തന്നെ അറിയില്ല. അതുകൊണ്ട് നല്ല സൗണ്ടാണ്, നമ്മുടെ പാസരം കിലുങ്ങുന്ന പോലെയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടോ. വാ, എന്ത് രസമാണ് നോക്കിക്കേ ഗായ്സ്. അപ്പൊ അടിപൊളിയാണ്. നമ്മുടെ കാലൊക്കെ നമുക്ക് നല്ല രസമായിട്ട് കഴുകാം. ഇവിടെ ഒന്ന് കുളിക്കാനൊക്കെ അടിപൊളിയാണ് കണ്ടോ. അവിടേക്കൊക്കെ നമ്മൾ നേരത്തെ ഇറങ്ങിയായിരുന്നു കേട്ടോ.
വൈബില്ലേ? അതെ അതെ ഗായ്സ് അങ്ങനെ നമ്മുടെ പൊന്നുണ്ണി മേലൊക്കെ നനഞ്ഞ് ഉണങ്ങിയ ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പാറപ്പൊക്കത്താണ് ഗായ്സ് കുത്തിയിരിക്കുന്നത്. തവള പാറപ്പൊക്കത്തെ ബാക്കോ ഇരിക്കുന്ന പോലെ. ഓക്കെ അപ്പൊ നമ്മള് ഇറങ്ങി പോവാണ് ഗായ്സ്. അത് അവരൊക്കെ പോകുന്നു. പക്ഷെ നീ ചാടിക്കോട്ടോ, ഞാൻ വരാൻ പോവാ ഗായ്സ്. അപ്പൊ ഈ കയ്യിൽ ഈ ഫോൺ പിടിച്ച് ഞാൻ എങ്ങനെ നടക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ. അപ്പൊ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പറഞ്ഞ് ലാസ്റ്റ് ഞാൻ എങ്ങനെയാ വരുന്നത് എനിക്ക് തന്നെ അറിയില്ല ഗായ്സ്. പണ്ട് ഞാൻ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ദൈവമേ ഫോൺ പോയാൽ തീർന്നു ഗായ്സ്. അപ്പൊ അത്രയും സേഫ് ആയിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല ഗായ്സ്. നല്ല അടിപൊളി വ്യൂ ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പൊ ഗായ്സ് എന്റെ ചെരുപ്പ് ഇവിടെ കിടക്കുന്നു. അപ്പൊ ഈ ചെരുപ്പ് എടുത്തിട്ട് ചെരുപ്പ് കഴുകട്ടെ. അത് ചെരുപ്പ് കഴുകട്ടെ ഗായ്സ്. ചെരുപ്പ് കഴുകി. അയ്യട്ടാ എന്താ ആഗ്രഹം എന്നെ പിടിച്ചു തരണേ. പിടിച്ചോ അങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ വൈബൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോണ് ഗായ്സ്. അപ്പൊ പൊന്നിന്റെ നിക്കുന്നത് നനഞ്ഞതാ, പാൻറിടാൻ പറ്റില്ല. എന്റെ മുണ്ടൊക്കെയാടാ, എന്റെ മുണ്ടൊക്കെ. ഓക്കെ അവൻ മുണ്ടൊക്കെ അയച്ചു കളഞ്ഞായിരുന്നു. ഇനി മുണ്ടൊന്നും വേണ്ട. അപ്പൊ ഇനി നമുക്ക് നിക്കറിട്ട് അപ്പൊ അങ്ങനെ നമ്മള് എല്ലാ വ്യൂവും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനാ. കഴിഞ്ഞു. അപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ നമ്മൾ വീട്ടിലേക്ക് നടക്കുവാണ് ഗൈസ്. വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ചാടി മറിഞ്ഞു വന്ന് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പൈങ്കിളിന്റെ മുണ്ട് ഞാൻ ഇവർക്ക് കൊടുത്തപ്പോ ഗായ്സ് ആക്ച്വലി ഞാൻ കൊടുത്തതാണ്. വാവാറ്റ വാങ്ങാത്തതുകൊണ്ട് വെള്ളത്തിൽ വീണ് പോയി. അങ്ങനെ നനഞ്ഞു 10 കൈ വേണ്ട അവസ്ഥയാണ് ഗായ്സ്. നനഞ്ഞു മുണ്ട് നനഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഗായ്സ് ഞാനിപ്പോ എന്റെ മുണ്ട് പൈങ്കിളി എടുത്തു കൊടുത്തിട്ട് നനഞ്ഞ മുണ്ട് അമ്മ പിടിച്ചോണ്ട് പോകാണ്. ഞാൻ മുണ്ട് എടുക്കാനാണ് ഗായ്സ് പോലെ. അപ്പോൾ ഉള്ള തൊട്ടാവാടിയൊക്കെ എന്റെ കാലിൽ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. അതന്നെ ഇന്നത്തെ സൂപ്പർ ആണോ? സൂപ്പർ കൂളാണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. പോയി നമ്മുടെ പൊന്നുണ്ണിയാണ് നീന്തി വൈബാക്കിയ ആള് കേട്ടോ. അയ്യോ നീന്തി ആള് കിടന്ന് മറിയുമായിരുന്നു. അണ്ടർവെയർ ഒന്നും നനഞ്ഞില്ലല്ലോടാ, നനഞ്ഞിട്ടേ ഇല്ലല്ലേ. അങ്ങനെ നമ്മളത് വീട്ടിലേക്ക് നടക്കുവാ കേട്ടോ. ഓക്കെ ഗായ്സ് ലെറ്റ്സ് ഗോ. അപ്പൊ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടോടാ? വിശക്കുന്നുണ്ടല്ലേ? അപ്പൊ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി പോയി ഫുഡൊക്കെ കഴിക്കാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളൊരു പുളിമരത്തിന് ചോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാടാ ഉണക്കപ്പുളി. അമ്മ കൊമ്പ് വലിച്ച് പറിക്കടാ, അങ്ങ് താ. അതാ ഇതേടാ പുളി. പുളി കണ്ടാ നമുക്ക് ഭയങ്കര പുളിയാണ് ഗൈസ്. എവിടെടാ നോക്കട്ടെടാ, പച്ച നോക്കട്ടെടാ. ആരാ ആദ്യം പുളി കടിക്കാൻ പോകുന്ന ആളാരാ? കടിക്കൊന്ന് കടിക്ക് നോക്കട്ടെ. എനിക്ക് വിളിച്ചു പോയടാ അവൻ കടിക്കുന്നുണ്ട്. എക്സ്പ്രഷൻ എനിക്ക് വിളിച്ചെന്ന് തോന്നി. എങ്ങനെയുണ്ടാ പുളിക്ക്? പുളിയുണ്ടോ? പുളി പുളിതാ നോക്കടാ. നല്ല മധുരോട്ടിലാണ് കുളിക്കാൻ. നല്ല പുളിയുടെ പുളി അടിപൊളി പുളി മധുരമുണ്ട് കേട്ടോ. അപ്പൊ നല്ല പുളി ഇട്ട് നല്ല വൈബായിട്ടുണ്ട്. വേണം പുളി നോക്കാൻ നടക്കാം നമ്മള്. അപ്പൊ നമ്മള് കാട്ടുജീവിയാണ്. അതന്നെ നമ്മളെ ചീങ്കല കടവിൻ്റെ അടുത്തത് അറ്റ്ലാസ്റ്റ് വീണ്ടും റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓടക്കാനാണ് കാണുന്നത്. ഇതിലേക്ക് നടക്കട്ടോ ഗൈസ്. അപ്പൊ നമ്മള് പുഴയിലൊക്കെ
ജിമ്മിലൊക്കെ പോയി നല്ല തഗ്ഗയെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വൈകിളി വാവാറ്റിയ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. എന്റെ പ്രഗ്നൻസി ഇത് 2 സ്ഥലത്തേക്ക് വിഭജിച്ച് കൊടുത്തേക്കുവാണ്, 2 സൈഡിലേക്കും. കുഞ്ഞുങ്ങളെ ഇപ്പൊ പ്രസവിപ്പിക്കില്ല കേട്ടോ, പ്രസവിച്ചാൽ മതി. ഗായ്സ്, അപ്പൊ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ല അടിപൊളി സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. കൊച്ചിനാണോടാ? അയ്യോ, പീഡിപ്പിക്കാൻ നോക്കണോ? കൊച്ചിനെ അടിച്ചിട്ട് അവന്റെ കൈ പൊട്ടിപ്പോയി. കല്ലം കൊച്ച്. എല്ലാവർക്കും ബൈ ബൈ. വേഗം പോയി ഫുഡ് കഴിക്കാം. വിശക്കുന്നു.